യുഎയിലെ പാചക പ്രതിഭയെ കണ്ടെത്താൻ മീഡിയ വൺ ഷാർജയിൽ ഒരുക്കിയ സ്റ്റാർ ഷെഫ് മത്സരത്തിൽ തൃശൂർ വടക്കേക്കാട് സ്വദേശി ഷബാന ജാസ്മിന് കിരീടം. കോഴിക്കോട് കക്കോടി സ്വദേശി ജസീന കരീമിനാണ് രണ്ടാം സ്ഥാനം. കുട്ടികൾക്കായി സംഘടിപ്പിച്ച ജൂനിയർ ഷെഫിൽ അരാ ഹനീഫ് ഒന്നാമതെത്തി. തൃശൂർ ചാവക്കാട് സ്വദേശി നസീബ ഇനികണ്ടത്താണ് പൊറോട്ട പ്രോമാക്സ് മത്സരത്തിലെ വിജയി. മീഡിയ വൺ സ്റ്റാർ ഷെഫ്. The first prize goes to most talented Shabana Jasmine. Shabana Jasmine. മീഡിയ വൺ സ്റ്റാർ ഷെഫിൻ്റെ വാശിയേറിയ മത്സരത്തിൽ 4ാം സീസണിലെ ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഷബാന ജാസ്മിൻ നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു വിഭവം? ഈ 1ാം സ്ഥാനം നേടാൻ മാത്രമുള്ള വിഭവം എന്തായിരുന്നു? ഒരു സ്റ്റഫ്ഡ് പാസ്തയും പിന്നെ കാരാമലൈസ്ഡ് ബട്ടർ സ്കോച്ച് ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും കൂടിയിട്ട് 2 തരം ഫ്ലേവറിലാക്കിയിട്ട് രണ്ട് ഡിപ്പും വെച്ചിട്ട് പ്രസന്റ് ചെയ്തു. 3000 ദിർഹമായിരുന്നു ജേതാവിനുള്ള ക്യാഷ് പ്രൈസ്. കഴിഞ്ഞ സീസണിൽ 2ാം സ്ഥാനം നേടിയ കക്കോടി സ്വദേശി ജസീന കരീം ഇത്തവണയും 2000 ദിർഹം സമ്മാനത്തുകയുള്ള 2ാം സ്ഥാനം വിട്ടു നൽകിയില്ല. മത്സരം തുടരുകയും ചെയ്യും, കാരണം ഇതെനിക്ക് പാഷനാണ്. എന്നെ സംബന്ധിച്ചെടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്ററി ബോക്സ് വരുന്ന കുക്കിംഗ് ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്. ഫർസാന അസീസ് സ്റ്റാർ ഷെഫിലെ 3ാം സ്ഥാനം നേടിയപ്പോൾ ഫർഹാന ജൻസീർ വിധികർത്താക്കളുടെ പ്രത്യേക പരാമർശത്തിന് അർഹയായി. പാചകരംഗത്തെ കുട്ടിപ്രതിഭകൾ മാറ്റുരച്ച ജൂനിയർ ഷെഫിൽ തലശ്ശേരി സ്വദേശി അരാ ഹനീഫ് 1ാം സ്ഥാനവും പാലക്കാട് സ്വദേശി അതുല്യ ചക്കിങ്ങൽ 2ാം സ്ഥാനവും നേടി. It's a fusion with Indian and Japanese or something. Yeah. So it's. ആരാ ഇതിനെ ഇൻസ്പയർ ചെയ്തത് ഇത് ഉണ്ടാക്കാനൊക്കെ? My mom. എന്താ ഉണ്ടാക്കിയത്? Beetroot avil payasam. ബീട്രൂട്ട് Avil payasam. ഓക്കെ. അത് ആരാ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതൊക്കെ? Amma. അമ്മ. ഓക്കെ. ഇത് നേരത്തെ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഈ ബീട്രൂട്ട് അവിൽ പായസം? ഓക്കെ. ഫൈജ ഫിജാസ് ജൂനിയർ ഷെഫിൽ 3ാം സ്ഥാനത്തെത്തി. പൊറോട്ടയിൽ പുതുമയുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള കഴിവ് മാറ്റുരച്ച പൊറോട്ട പ്രോമാക്സ് മത്സരത്തിൽ പൊറോട്ട കൊണ്ട് ദം ബിരിയാണി ഉണ്ടാക്കിയ ചാവക്കാട് സ്വദേശി നസീബ ഉനിക്കണ്ടത്ത് ജേതാവായി. നമ്മൾ മലയാളികൾക്ക് പൊറോട്ട ഒരു വികാരമാണ്, അതുപോലെ ബിരിയാണി ഒരു വികാരമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പൊറോട്ട കൊണ്ട് ശരിക്കുള്ള ഒരു ബിരിയാണി? നമ്മൾ സാധാരണ കൊത്തു പൊറോട്ട അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ പൊറോട്ട ശരിയായിട്ടുള്ള ബിരിയാണി ഫ്ലേവറിൽ ശരിക്കും ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തപ്പോൾ സക്സസ്. പൊറോട്ട കൊണ്ട് ജിഞ്ചർ പായസം തയ്യാറാക്കിയ ഹരിപ്പാട് സ്വദേശി സഞ്ജീവ് നായർക്കാണ് 2ാം സ്ഥാനം. മൈമൂന അഷ്കർ 3ാം സ്ഥാനം നേടി. കാണികളിൽ ആവേശം നിറച്ച പൊറോട്ട തീറ്റ മത്സരത്തിൽ ഒപ്പം മത്സരിക്കാനെത്തിയ 28 പേരെ തിന്നു തോൽപ്പിച്ച് തൃശൂർ ചാവക്കാട് സ്വദേശി നൌഷാദ് 1ാം സ്ഥാനം നേടി. ഒറ്റയിരിപ്പിൽ 11.25 പൊറോട്ട. അതായത് നമുക്കിതിന് പറയാനുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് മുഖ്യമായിട്ടുള്ളത്. കാരണം തിന്നാൻ കഴിയുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊന്ന് മീഡിയ വണ്ണിൻ്റെ ഈ ഒരു സംരംഭത്തിൽ നമ്മളൊന്ന് പങ്കെടുത്ത് എങ്ങനെയും വിജയം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു ശ്രമമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ഞാൻ വിജയിച്ചു. തീറ്റ മത്സരത്തിൽ അജ്മൽ 2ാം സ്ഥാനവും സഫ്വാൻ 3ാം സ്ഥാനവും നേടി. ജേതാക്കൾക്ക് നെല്ലറ CEO ഫസ്ലുർ റഹ്മാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഷെഫ് പിള്ള, രാജ് കലേഷ്, ഷെഫ് അജീദ ആഷിഖ് എന്നിവരായിരുന്നു സ്റ്റാർ ഷെഫ് മത്സരങ്ങളുടെ വിധികർത്താക്കൾ. ഷെഫ് ബാബുജി, ഫുഡ് ബ്ലോഗർമാരായ സുബിൻ മഷ്ഹൂദ്, തസ്നീം താജ്, ജാസ്മിൻ ജോസ് എന്നിവർ മറ്റു മത്സരങ്ങളുടെ വിധി നിർണയം നടത്തി. ദാന റാസിഖ്, ദുറ റാസിഖ്, റഫ റാസിഖ് സഹോദരങ്ങൾ ഒരുക്കിയ സംഗീത വിരുന്നും ഇത്തവണത്തെ സ്റ്റാർ ഷെഫിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കി. പുതുമയുള്ള മത്സരങ്ങൾക്കൊപ്പം പുതുമയുള്ള വിഭവങ്ങളും ഭക്ഷണപ്രേമികൾക്ക് സമ്മാനിച്ചാണ് മീഡിയ വൺ സ്റ്റാർ ഷെഫിൻ്റെ 4ാം സീസണ് തിരശ്ശീല വീണത്. ഷാർജയിൽ നിന്നും യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ.